നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ഒടുവിൽ ED ആക്രമിച്ച കേസിൽ CPM-കാരായ 6 പേർ അറസ്റ്റിൽ എന്നുള്ള പ്രധാനപ്പെട്ട വിവരം പുറത്തുവരുന്നുണ്ട്. പാളയത്തെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പോലീസുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് പാർട്ടി ഇവരെ വിട്ടുകൊടുക്കാൻ സമ്മതിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തലക്കെട്ടുകൾ നോക്കാം. ED ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. പിടികൂടിയത് പാളയം CPM ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പ്രതികളെ വിട്ടു നൽകിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം വിട്ടു നൽകാതെ മറ്റു മാർഗമില്ലെന്ന് നിലപാടെടുത്ത് പോലീസ്. ഒടുവിൽ വഴങ്ങി പാർട്ടി. പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്ത ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകർ. തലസ്ഥാനം കലാപക്കളം. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 2 കാറുകൾ പോലീസുകാർക്കും പരിക്ക്. റെയ്ഡ് കഴിഞ്ഞു, വെളിയിലിറങ്ങി അടിയിൽ തുടങ്ങി. വണ്ടി ഇവിടുന്ന് തിരുവനന്തപുരത്തുള്ള വണ്ടിയാണ്. തിരുവനന്തപുരത്തുള്ള വണ്ടി. പരിക്കെന്തേലും? എനിക്ക് പരിക്കില്ല, വേറെ ഒരു ഡ്രൈവർക്ക് പരിക്കുണ്ട്. അക്രമികളെ വിട്ടു നൽകാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ട് പോലീസ്. CPM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വൻ പോലീസ് സന്നാഹം തുടരുന്നു. CMRL എക്സാലോജിക് കേസിൽ ED റെയ്ഡ് നീണ്ടത് 8 മണിക്കൂർ. പിണറായിയുടെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീട്ടിൽ മിന്നൽ പരിശോധന. മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും കൊച്ചി, ബംഗളൂരു CMRL ഓഫീസിലും അടക്കം പരിശോധന. 10 ഇടങ്ങളിൽ പരിശോധന. ശശിധരൻ കർത്തയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും റെയ്ഡ്. പരിശോധനയിൽ നിക്ഷേപങ്ങളും FD രേഖകളും കണ്ടെത്തിയെന്ന ED. ഡൽഹി ED ഓഫീസിന് മുന്നിലെ പ്രതിഷേധത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി അറസ്റ്റിൽ. റെയ്ഡിൽ കേരള പോലീസിന് റെയ്ഡിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് പിണറായി വിജയൻ. പരിശോധന രാഹുൽ ഗാന്ധിക്ക് മനസ്സംതൃപ്തി നൽകുമെന്നും പരിഹാസം. ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. പിണറായിക്കായി പ്രതിരോധം തീർത്ത് CPM. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം. ഞങ്ങൾ കണ്ടവരാണ്. കോൺഗ്രസ് BJP ഡീലെന്നും ആരോപണം. ഹീനമായ ആക്രമണമെന്ന് MA ബേബിയും MV ഗോവിന്ദനും. സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് മുഹമ്മദ് റിയാസ്. UDF BJP ഡീൽ ആരോപണം തള്ളി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റെയ്ഡുമായി മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയ്ക്ക് ബന്ധമില്ലെന്ന് ചെന്നിത്തല. ED കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി. റെയ്ഡിന് പിന്നിൽ ഹൈക്കോടതി ഇടപെടലെന്ന് ഷോൺ ജോർജ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായി. അറ്റകുറ്റപ്പണിക്ക് പുറത്തു കൊണ്ടുപോയ വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരിച്ചെത്തിയിട്ടില്ലെന്ന് IB റിപ്പോർട്ട്. സ്വർണവും വജ്രവും ഇടയ്ക്കിടെ കാണാതാകുന്നു. രാജകുടുംബ ബന്ധമുള്ളവർ ക്ഷേത്ര സുരക്ഷയ്ക്ക് തടസ്സമെന്നും ഇന്റലിജൻസ്. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ. കർണാടകയിൽ DK ശിവകുമാറിന് മുന്നിൽ നേതൃത്വം വഴങ്ങിയേക്കും. സിദ്ധരാമയ്യ ഉടൻ രാജിവെക്കുമെന്ന് സൂചന. നേതാക്കൾ ഡൽഹിയിൽ തുടരുന്നു. SIR ശരിവെച്ച് സുപ്രീം കോടതി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയാൽ പൗരത്വം നഷ്ടമാകില്ല. SIR കൃത്യമായ വോട്ടർ പട്ടികയ്ക്കുള്ള സമഗ്ര ചുവടുവെപ്പെന്നും കോടതി. പശ്ചിമേഷ്യയിൽ സ്ഥിതി അതിരൂക്ഷം. അമേരിക്കൻ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ. പ്രത്യേക ക്യാബിനറ്റ് യോഗം വിളിച്ച് ട്രംപ്. ലബനിലേക്ക് ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. വ്യോമാക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ പുതിയ തലവനെയും വധിച്ച് ഇസ്രായേൽ. കൊല്ലപ്പെട്ടത് ഒരാഴ്ച മുൻപ് മാത്രം ചുമതലയേറ്റ മുഹമ്മദ് ഔദ. ഓപ്പറേഷൻ നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം. IPL റെക്കോർഡ് നേട്ടവുമായി വിരാട് കോഹ്ലി. തുടർച്ചയായ 4 സീസണുകളിൽ 600-ലധികം റൺസ് നേടുന്ന ആദ്യ ബാറ്ററായി.
പോരാട്ടത്തിൽ 43 റൺസ് തികച്ചതോടെ. തലസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച, കാറുകൾ തല്ലി തകർത്ത, കട്ടയും കല്ലും വെച്ച് എറിഞ്ഞ, പരിക്കേൽപ്പിച്ച പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരത്ത് രാവിലെ മുതൽ നടക്കുന്ന നാടകീയമായ സംഭവവികാസങ്ങൾക്കൊടുവിൽ പോലീസിന്റെ കടുംപിടുത്തത്തിന് CPM വഴങ്ങുകയായിരുന്നു. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തി ചർച്ച നടത്തി പ്രതികളെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. അതല്ലാതെ മറ്റു മാർഗമില്ല എന്നവർ അസന്നിഗ്ധമായി വ്യക്തമാക്കി. തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ട് CPM ഉണ്ടാകുന്നു എന്നതുകൂടി ചേർത്ത് വെക്കണം. ജാമ്യമില്ലാത്ത വകുപ്പുകളടക്കം ചുമത്തും. കാരണം ഗൗരവതരമായ കുറ്റകൃത്യമാണ് ഈ പ്രതികൾ ചെയ്തത് എന്നതിൽ സംശയമില്ല. പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് നടത്തി മടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് CPM പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത്. പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം CPM പ്രവർത്തകർ തകർക്കുകയായിരുന്നു. ഇഷ്ടികയും വടിയും കുപ്പിയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സംഘർഷത്തിൽ പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. റെയ്ഡ് കഴിഞ്ഞു, വെളിയിലിറങ്ങി അടിയിൽ തുടങ്ങി. വണ്ടി ഇവിടുന്ന് തിരുവനന്തപുരത്തുള്ള വണ്ടിയാണോ? തിരുവനന്തപുരത്തുള്ള വണ്ടി. പരിക്കെന്തെങ്കിലും? എനിക്ക് പരിക്കില്ല, വേറെ ഒരു ഡ്രൈവർക്ക് പരിക്കുണ്ട്. വാഹനത്തിലെ കല്ല് ഇതാറില്ല, ഈ കല്ല് വെച്ചാ ഇടിച്ചത്. ഈ കല്ല് വെച്ചാ കല്ലുണ്ടായിരുന്നു, ഈ കല്ല് വെച്ചാ കമ്പം വടിയൊക്കെ ഉണ്ട് അടിച്ചു. സംഘടിച്ചുകൊണ്ട് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി പ്ലാനിങ്ങാണ്. വാഹനത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി? ഉദ്യോഗസ്ഥർക്ക് ആരുമില്ല. സംഘർഷത്തിൽ പരിക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഡ്രൈവർ ശ്യാംരാജിനും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഓഫീസർ രജിത്തിനും പരിക്കേറ്റു. ഇതിനിടയിൽ പിണറായി വിജയൻ ഇന്ന് ഈ റെയ്ഡിന് ശേഷം, ഏതാണ്ട് 9 മണിക്കൂർ നീണ്ട റെയ്ഡിനു ശേഷം, പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ, കണ്ണൂരിലെ വീട്ടിൽ, മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിൽ അടക്കമാണ് റെയ്ഡ് ഇന്ന് ഉണ്ടായത്. അതിനുശേഷം ദീർഘനാളിന് ശേഷം, തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു. തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ട എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല, ഇത് തുടക്കം മാത്രമായിട്ടേ കാണുന്നുള്ളൂവെന്നും ED പരിശോധനയ്ക്ക് ശേഷം വിജയൻ പ്രതികരിച്ചു. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെൻറ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. പരിശോധന രാഹുൽ ഗാന്ധിക്ക് മനസംതൃപ്തി നൽകുമെന്നും കോൺഗ്രസിനെതിരെ പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ
പെട്ടെന്നുണ്ടായ കാര്യമല്ല. നമ്മുടെ ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. 8.5 മണിക്കൂറാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. VV അരുണും ഡാൻ കുര്യനും വിവരങ്ങളുമായി ചേരും. ആദ്യം അരുണിലേക്ക് പോകണം. അരുൺ, ഏറ്റവും ഒടുവിൽ 5 or 6 അല്ലെ എത്ര പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത് എന്നതിനെ കുറിച്ചൊരു സൂചനയിലേക്ക് വന്നിട്ടുണ്ടോ? അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം അവിടെ എത്തിയിരുന്നല്ലോ. ദീർഘനേരം പ്രവർത്തകരെ വിട്ടു നൽകില്ല എന്ന് പറഞ്ഞ CPM ഒടുവിൽ വഴങ്ങിയത് എങ്ങനെയാണ്? അരുൺ, ഏതായാലും CPM പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട റെയ്ഡിന് ശേഷം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച വാഹനങ്ങൾ തല്ലിത്തകർത്ത CPM പ്രവർത്തകരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഡാൻ കുര്യൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഡാന്, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിയമ നടപടികൾ അവർ നേരിടേണ്ടി വരും, സംശയമില്ല. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തും. കാരണം ED ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വലിയൊരു സംഘർഷത്തിലേക്ക് മാറാമായിരുന്ന സാഹചര്യമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളും തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിനൊടുവിൽ ഈ ആരോപണ വിധേയരായ അല്ലെങ്കിൽ പട്ടികയിൽ പോലീസ് തയ്യാറാക്കിയ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാക്കിക്കൊള്ളാം എന്ന ഉറപ്പിൽ പോലീസ് ഇവിടുന്ന് പിൻവാങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതല്ലായിരുന്നെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് കയറുന്ന ഒരു നടപടി ഉണ്ടാകുമായിരുന്നു. അത് പിന്നീട് ഉണ്ടാക്കാനിടയുള്ള രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് പ്രത്യേകിച്ച് പാളയത്ത് SFI KSU സംഘർഷമുണ്ടായി. ഒരു ദിവസം പിന്നിടുന്നതിന് പിന്നാലെയാണ് വീണ്ടും സംഘർഷ സമാനമായ സാഹചര്യം ബേക്കറി ജംഗ്ഷനിൽ വീണ്ടും ഉടലെടുത്തത്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനൊടുവിലാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന കഴിഞ്ഞ് മടങ്ങുന്ന വാഹനങ്ങൾക്ക് നേരെ നടന്ന 2 വാഹനങ്ങൾക്ക് നേരെ നടന്ന അക്രമങ്ങളെ തുടർന്ന് കണ്ടാലറിയാവുന്ന 10 പേരുടെ പട്ടിക തയ്യാറാക്കി അവരെ ഏത് വിധേനയും പിടികൂടും എന്ന നിലപാടിൽ CPM നേതാക്കൾക്ക് മുന്നിലേക്ക് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയത്. പക്ഷേ പാർട്ടി ഓഫീസിനുള്ളിൽ കടന്ന ഒരു കാരണവശാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനാവില്ല എന്ന നിലപാടിലായിരുന്നു പാർട്ടി നേതൃത്വം. ജോൺ ബ്രിട്ടാസ് MPക്ക് പുറമെ മുൻ മന്ത്രി കൂടിയായ V. ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിയിരുന്നു. അവിടെ നിന്നാണ് ഈ ആദ്യം 4 പേരെയും പിന്നീട് 6 പേരെയും കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിൽ അതൊരു കീഴടങ്ങൽ തന്നെയായിരുന്നു. പോലീസിന് അവർ ഉറപ്പ് നൽകി ഒരു കാരണവശാലും അകത്ത് കയറാനാവില്ല, അകത്ത് കയറിയുള്ള ഒരു നടപടിയും അംഗീകരിക്കില്ല, അത് നടക്കുകയില്ല എന്ന തരത്തിലേക്ക് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തുനിന്ന് പ്രകോപനപരമായ ഇടപെടലുകളാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഒരു സംഘർഷ സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് ഇവിടുന്ന് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് റിസർവ് ബാങ്കിന് അടുത്തുവെച്ച ഈ അവസാനം ശേഷിച്ച 4 പേരെ കൂടി പോലീസ് വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ട് പട്ടികയിൽ ഉൾപ്പെട്ട 10 പേരെയും ഇപ്പോൾ ഇവിടുന്ന് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇവരുടെ പേര് വിവരങ്ങൾ മറ്റ് വിശദാംശങ്ങളൊക്കെ ക്രമസമാധാന ചുമതലയുള്ള DCP ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് വിശദീകരിച്ചേക്കുമെന്നാണ് സൂചന. പക്ഷേ സംഘർഷ സാഹചര്യം ഒഴിവായെങ്കിലും കനത്ത പോലീസ് കാവലിൽ തന്നെയാണ് പാളയവും ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പരിസരവുമൊക്കെയുള്ളത്. എന്ത് തരത്തിലുള്ള ഒരു പ്രകോപനപരമായ ഇടപെടലുകൾ ഉണ്ടായാലും അതിനെ നേരിടാനുള്ള കൃത്യമായ ഒരുക്കങ്ങൾ അവർ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കയറി വരുന്ന വഴിയുടെ കവാടം മുതൽ ഏരിയ കമ്മിറ്റി ഓഫീസ് അവസാനിക്കുന്ന വഴി വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇടവഴികളിൽ പോലീസിനെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ പെരുമാറ്റം, സംഘർഷത്തിലേക്ക് ക്രമസമാധാന നിലയെ താറുമാറാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഇടപെടലുകൾ ഉണ്ടായാൽ അതിനെ കൃത്യമായി നേരിടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പോലീസ് സംഘത്തെ ഈ ഭാഗങ്ങളിലെല്ലാം വിന്യസിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തുടർ പ്രതിഷേധങ്ങൾ
പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ഇവരെ കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ അവിടെ നിന്ന് മടങ്ങിപ്പോയതിനു ശേഷവും പോലീസ് സംഘം അങ്ങനെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ ഇനിയൊരു നിർദ്ദേശം വരുന്നതുവരെ ഇവിടെ തന്നെ തുടരേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനയും. നിലവിലെ സാഹചര്യത്തിൽ തൽക്കാലത്തേക്കെങ്കിലും ഈ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. ഇനി മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇവിടെ കൂടി നിൽക്കുന്ന പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നതോടെ ഉണ്ടായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഇപ്പോഴുണ്ടായ സംഘർഷ സമാനമായ സാഹചര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഇനിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാനുള്ള വളരെ പക്വമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതോടൊപ്പം പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഇവിടെ സമാധാനപരമായി ഈ കേസിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ഈ വാഹനങ്ങൾ അടിച്ചു തകർക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന 10 പേരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ഇവിടുന്ന് നീക്കിയിരിക്കുന്നു. ശരി, ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. പോലീസ് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ പോലീസിന്റെ പിടിവാശിക്ക് CPM ഒടുവിൽ വഴങ്ങുകയായിരുന്നു. അങ്ങനെ പ്രതികളെ അവർ വിട്ടുകൊടുത്തു, ഇവരെ അറസ്റ്റ് ചെയ്തു. നിയമ നടപടികൾക്ക് ഇവർ വഴങ്ങേണ്ടി വരും. ഓക്കെ, ഇന്നത്തെ സംഭവത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 4 പേരെയാണ് കസ്റ്റഡിയിലുള്ളത്. 12 പേരെ വളരെ വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പേര് നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഒരു മനോജ്, ജീവൻ, ശ്രീജിത്ത് ആൻഡ് ഷാഹിൻ. ഈ 4 പേര് ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. അവർ ഡയറക്റ്റായിട്ട് ഈ ആക്രമിച്ച കാര്യത്തിൽ അവരുടെ പങ്കുണ്ടായിരുന്നു. എല്ലാ വീഡിയോ ഫുട്ടേജിൽ അവർ കാണുന്നുണ്ട്. നിലവിൽ അവർ കസ്റ്റഡിയിലുണ്ട്. കുറച്ച് പേര് കസ്റ്റഡി കൂടി കിട്ടാനുണ്ട്. കുറച്ച് പ്രതികൾ കൂടി നമുക്ക് കിട്ടാനുണ്ട്. അവർ ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എടുത്തിട്ട് കസ്റ്റഡി വാങ്ങും. മ്യൂസിയം സ്റ്റേഷനിലാണ് നമുക്ക് കേസ് എടുക്കണം. മ്യൂസിയം സ്റ്റേഷനിൽ ചെയ്യാം. അത് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ പാർട്ടി ഓഫീസിന് അകത്ത് കയറിയിട്ടില്ല ഇതുവരെ. അത് സംശയിക്കുന്ന ബേസിസിൽ നമ്മൾ സസ്പിഷൻ ബേസിസിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പ്രതി കിട്ടാൻ വരെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലും കൂടി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരിക്കും, സെർച്ച് ഉണ്ടായിരിക്കും, എല്ലാ നടപടിക്രമങ്ങളും ഉണ്ടായിരിക്കും. അത് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നടപടിയെടുക്കാം. നിലവിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് നോക്കാം. 12 പേര് ഐഡന്റിഫൈ ആണ്. പേര് പറയുമ്പോൾ മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷാഹിൻ. അത് പറയാൻ പറ്റില്ല. അകത്ത് നമ്മൾ നോക്കാം. അത് പറയാൻ പറ്റില്ല, പ്ലീസ്. അത് പറയാൻ പറ്റില്ല. ഓഫീസിൽ നമുക്ക് ഫുൾ ഫോഴ്സ് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഫുൾ ഫോഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ നിൽക്കുകയാണ്. അത് ആസ് പെർ ലീഗൽ പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്ത് നമുക്ക് പിടിക്കാൻ. അങ്ങനെയൊന്നുമല്ല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു വർക്കിന് പോകുമ്പോൾ തടസ്സാൻ പാടില്ല, അത് ആക്രമിക്കാൻ പാടില്ല. അത് വളരെ മോശമാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ ക്രിമിനൽ ആക്ട്. അതുകൊണ്ട് നമ്മുടെ ഇല്ല, നമുക്ക് മാൻ പവർ ഉണ്ടായിരുന്നു. ഫുൾ ബ്ലേസനും കൂടി ഉണ്ടായിരുന്നു. പരിശോധന ഉണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് റൈറ്റ് ഉണ്ട്, എല്ലാവർക്കും പ്രതിഷേധിക്കാം. പക്ഷെ ആക്രമിക്കാൻ പാടില്ല. അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് മാൻ പവർ ഉണ്ടായിരുന്നു. ഓക്കെ, അല്ല, അവരുടെ പ്രൊസീജിയർ എന്താണ്, അവരുടെ രീതിയിൽ ചെയ്തത് നമുക്ക് പിന്നെ മനസ്സിലായത് കൊണ്ട് ഫുൾ ഫോഴ്സ് പ്രൊട്ടക്ഷൻ കൊടുത്തത്. അത് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ മേ ബി നിലവിൽ നമുക്ക് 12 പേര് ഐഡന്റിഫൈഡ് ആണ്. ഇനിയും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ADGP ആണ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്.
ഇപ്പോൾ 12 പ്രതികളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഡാൻ ചേരുന്നു. ഡാൻ, ഇപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ പ്രതികളുടെ കൃത്യമായി പോലീസിന് ധാരണയുണ്ട്. ഒപ്പം ഇന്നിപ്പോൾ 9 മണിക്കൂറോളം റെയ്ഡ് നടന്നല്ലോ. അതിനുശേഷം ഇഡിയുടെ വിശദീകരണം എന്താണ്? ഇക്കാര്യത്തിൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണോ? ചില വിവരങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന സൂചന. നമുക്ക് കൊച്ചിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അതിന്റെ വിശദാംശങ്ങൾ ഇനി നമുക്കിവിടേക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഈ പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പ്രകോപനപരമായ ഒരു ഇടപെടൽ കൂടി നിന്ന് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ ഒരു മുതിർന്ന ബാങ്ക് ഉദ്യോഗസ്ഥയാണ് എന്നൊരു സൂചനയുണ്ട്. അതായത് അവർ ഇതുമായി ബന്ധപ്പെട്ട അക്കൌണ്ട് വിശദാംശങ്ങളൊക്കെ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി അവിടേക്ക് എത്തിയതാണ്. അവർ പെട്ടെന്ന് ശാരീരികമായ ചില അസ്വസ്ഥതകൾ നേരിടുന്ന സാഹചര്യമുണ്ടായി. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ നിലവിൽ അവർ അവിടെ നിന്ന് പോയതിനു ശേഷം അവരുടെ പരാതിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇ ഡി ഉദ്യോഗസ്ഥർ തമ്പാനൂർ പോലീസിന് ഒരു പരാതി കൈമാറിയിരിക്കുകയാണ്. ആ പരാതിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങളിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന പരാമർശവും ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് സുരക്ഷ ഒരുക്കേണ്ടത് എന്നതിൽ കൃത്യമായ ഒരു മാനുവലുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെ അയാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മൊഴിയെടുക്കുകയോ റെയ്ഡ് നടത്തുകയോ ചെയ്തതിനു ശേഷം അത് കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്ന പരിഭവമാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കുള്ളത്. അതിൽ സംസ്ഥാന പോലീസ് മേധാവി ഏതെങ്കിലും തുടർ നടപടികൾക്ക് ഉത്തരവിട്ടാൽ അത് ചില ഉദ്യോഗസ്ഥർക്കെതിരെയെങ്കിലും കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടാകും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 4 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നുവെന്ന് ക്രമസമാധാന ചുമതലയുള്ള ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നു. ശേഷിക്കുന്ന 10 പേരെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. വൈകാതെ അവരും പിടിയിലാകും. അന്വേഷണ ഘട്ടത്തിലായതിനാൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പറയാനാകില്ല എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വലിയൊരു സമ്മർദ്ദം ഉദ്യോഗസ്ഥർക്ക് മേലും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് അവരുടെ മറ്റൊരു വിവരം നൽകാനുള്ളത്. വീണയുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിക്ഷേപങ്ങൾ, FD രേഖകൾ എന്നിവ കണ്ടെത്തിയെന്നാണ് ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ശശിധരൻ കർത്തയുടെ ഓഫീസുകളിൽ റെയ്ഡ് തുടരുകയാണ്. ഇപ്പോൾ അത് അവസാനിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. നവമി, വിവരങ്ങൾ എന്താണ്? തെളിവുകൾ കിട്ടി എന്നാണോ ഇ ഡി വ്യക്തമാക്കുന്നത്? രഞ്ജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ശശിധരൻ കർത്തയുടെ വീട്ടിന് മുന്നിലാണ്. ഇവിടെ റെയ്ഡ് അവസാനിച്ചിട്ടില്ല, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ 6 മണിക്ക് ആരംഭിച്ച റെയ്ഡാണ് ഇപ്പോൾ 6:30 ഇതുവരേക്കും അവസാനിച്ചിട്ടില്ല. അകത്ത് പോലീസ് ഇ ഡി ഉദ്യോഗസ്ഥരുണ്ട്. അവർ ശശിധരൻ കർത്തയുടെ മകൻ ശരണസ് കർത്തയുടെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് നമുക്കറിയാനായി സാധിക്കുന്നത്. ശശിധരൻ കർത്ത നമുക്കറിയാം ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ തവണ, അതായത് 2022 സമാനമായ രീതിയിൽ ഒരു ഇ ഡിയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. അന്നും അദ്ദേഹത്തിന് ഈ ചോദ്യം ചെയ്യലിനടക്കം ഹാജരായിരുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്തായാലും ഇനിയും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, അദ്ദേഹം എത്തുമോ എന്നീ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിയാകുന്നു. അതിനിടയിലാണ് ഇ ഡിയുടെ ഒരു കുറിപ്പ് പുറത്തിറങ്ങുന്നത്. ആ കുറിപ്പിൽ പ്രധാനമായും പറയുന്നത് വീണയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിക്ഷേപങ്ങൾ, FD രേഖകൾ എന്നിവ കണ്ടെത്തി എന്നാണ് ആ കുറിപ്പിലുള്ളത്. അതോടൊപ്പം തന്നെ 2.78 കോടി രൂപ കൈപ്പറ്റിയ കേസിലാണ് ഈ അന്വേഷണമെന്നും ആ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ CMRL MD ഈ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ തുക കൈമാറിയത്, അതിനെന്ത് രേഖയാണുള്ളത്, ഇവർക്ക് എന്ത് സേവനമാണ് വീണയുടെ കമ്പനി ചെയ്തു കൊടുത്തത് എന്നീ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ദുരൂഹത തുടരുന്നതിനിടയിലാണ് ഇ ഡിയുടെ ഇപ്പോൾ രാവിലെ തുടങ്ങിയ പരിശോധന. അതിപ്പോഴും പുരോഗമിക്കുന്നത്. ശശിധരൻ കർത്തയുടെ വീട്ടിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ രേഖകൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് ഇ ഡി തുടരുകയാണ്. കർത്തയുടെ ഓഫീസിലും വീട്ടിലും മറ്റും റെയ്ഡുകൾ പുരോഗമിക്കുന്നുണ്ട്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.